ഓം സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീമഹാദേവ്യൈ നമഃ. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്यै നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഗോവിന്ദ ഗോവിന്ദ ഹരേ മുരാരേ ഗോവിന്ദ ഗോവിന്ദ മുകുന്ദ കൃഷ്ണ ഗോവിന്ദ ഗോവിന്ദ രഥാംഗപാണേ ഗോവിന്ദ ഗോവിന്ദ നമോ നമസ്തേ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. നമസ്തേ നമസ്തേ പ്രിയ ഹരേ കൃഷ്ണ കുടുംബത്തിലെ സുകൃതികളെ, സജ്ജനങ്ങളെ, എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു. നാം ഇപ്പോൾ ഇവിടെ അനുസ്മരിക്കുന്നത് ദേവീനാരായണീയം എന്ന ഗ്രന്ഥമാണ്. വേദവ്യാസകൃതം എന്ന് പറയപ്പെടുന്ന ദേവീ ഭാഗവതത്തിലെ ചരിത്രങ്ങളും ദേവീ മന്ത്രബീജങ്ങളും ആ ബീജമന്ത്രങ്ങളുടെ പ്രാധാന്യവും ഓരോ ദശകമായി സംഗ്രഹിച്ചിരിക്കുന്നു. ദേവീനാരായണീയം എന്ന ഈ കൃതി ഒരു ദേവീ സ്തുതിയാണ്. ഈ ഇതിന്റെ ഗ്രന്ഥകർത്താവ് ശ്രീ പാലേലി നാരായണൻ നമ്പൂതിരി പാറമേക്കാവിലമ്മയുടെ ഉത്തമ ഭക്തനും പണ്ഡിതാഗ്രേസരനുമാണ്. മഹാശക്തിസ്വരൂപിണിയും കരുണാമയിയുമായ ജഗദംബികയുടെ അനുഗ്രഹം എല്ലാ സുകൃതികൾക്കും ലഭിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പഠന ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നാം അനുസ്മരിക്കുന്നത് ദേവീനാരായണീയത്തിലെ ദശകം 12 ഉദധ്യജനനം. അതിൽ 1 മുതൽ 8 വരെയുള്ള ശ്ലോകങ്ങളുടെ പാരായണം, പദച്ഛേദം, അന്വയാർത്ഥം, വ്യാഖ്യാനം എന്നിവയെല്ലാം നാം അനുസ്മരിച്ചു കഴിഞ്ഞു. ഇന്നത്തെ ശ്ലോകങ്ങൾ 9, 10, 11 ഇതാണ് ഇന്നത്തെ പഠന ക്ലാസ്സിൽ നാം അനുസ്മരിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യം 9, 10, 11 ശ്ലോകങ്ങളുടെ പാരായണം, അതിനുശേഷം പദങ്ങളുടെ അന്വയാർത്ഥം, പദച്ഛേദം, പദങ്ങളുടെ അന്വയാർത്ഥം, വ്യാഖ്യാനം എന്നിവയെല്ലാം ശ്രവിക്കാം. ആദ്യം ശ്ലോകങ്ങളുടെ പാരായണം. ശ്രീദേവി നാരായണീയം ദശകം 12 ഉദധ്യജനനം. ശ്ലോകം 9 പാരായണം. ശരേണ വിദ്ദഃ സഖിരിർഭയാർത്തഃ പ്രവേപമാനോ മുനിവാസദേശേ
അന്തർനികുഞ്ചസ്യ ഗതശ്ച ദൈവാദൃശ്യതാമാപ ഭയാർത്തിഹന്ത്രി. ശ്ലോകം 10. വിനാ മകാരം ച വിനാ ച ഭക്തിമുച്ചാര്യ വാഗ്ബീജമനും പവിത്രം പ്രസന്നബുദ്ധി കൃപയാ തവൈഷ ബഭൂവ ദൂരീകൃത സർവപാപഃ. ശ്ലോകം 11. നാഹം കവിർ ഗാനവിചക്ഷണോ നട്ടോ ന ശില്പാദിഷു ന പ്രവീണഃ പശ്യാത്ര മാം മൂഢമനന്യബന്ധും പ്രസന്നബുദ്ധിം കുരു മാം നമസ്തേ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ശ്ലോകം 9. പദച്ഛേദം. ശരേണ വിദ്ധഃ സഹ കിരിഹി ഭയാർത്തഃ പ്രവേപമാനഃ മുനിവാസദേശേ അന്തഃ നികുഞ്ജസ്യ ഗതഃ ച ദൈവാദ് അദൃശ്യതാം ആപ ഭയാർത്തിഹന്ത്രി. ഈ പദങ്ങളുടെയൊക്കെ അന്വയാർത്ഥം നോക്കാം. ശരേണ വിദ്ധഃ സ കിരിഹി, അതായത് ശരീരത്തില് അമ്പേറ്റ് മുറിവാർന്ന ആ കിരിഹി, പന്നി, സൂകരം. ഭയാർത്തഃ പ്രവേപമാനഃ, വളരെ അധികം പേടിച്ച് വിറച്ച്, മുനിവാസദേശേ, മുനിമാരുടെ വാസദേശത്തിൽ, നികുഞ്ചസ്യ അന്തഃ, ഒരു വള്ളിക്കുടിലിന്റെ ഉള്ളിൽ, ഗതഃ ച കേറിപ്പറ്റി. ഹേ ഭയാർത്തിഹന്ത്രി, അല്ലയോ ഭയാർത്തി നാശിനി, അമ്മേ, ദൈവാദ് അദൃശ്യതാം ആപ, വിധിഫലത്താൽ മറഞ്ഞു. ഇതിനു മുൻപിലത്തെ 8ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു, ഉദധ്യൻ ഇങ്ങനെ ആലോചിച്ച് കൊണ്ടിരിക്കുകയാണ്. ആലോചനാ നിമഗ്നനായിട്ടിരിക്കുമ്പോ ഒരു പന്നി അവിടേക്ക് ഓടി വന്നു. അതിൻ്റെ അവസ്ഥ എന്താണ്? അതിൻ്റെ ശരീരം മുഴുവൻ രക്തമൊഴുകിക്കൊണ്ടിരുന്നു. ഉദത്യൻ അത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് എന്താ തോന്നിയത്? അറപ്പും വെറുപ്പും തോന്നി. അപ്പോൾ അദ്ദേഹം അറപ്പോടുകൂടി അയ്യേ എന്ന് പറഞ്ഞുപോയി എന്നാണ് 8ാമത്തെ ശ്ലോകത്തിൽ വ്യാഖ്യാനിച്ചത്. ഇനി ഈ 9ാമത്തെ ശ്ലോകത്തില് നോക്കാം. ഇവിടെ ശരീരമാകെ അമ്പുകൊണ്ട് മുറിവേറ്റ ആ പന്നി, ആ കിടി അല്ലെങ്കിൽ ആ സൂകരം, ശരേണ വിദ്ധഃ സ കിരിഹി, പ്രാണവേദനയോടെ ഓടുകയായിരുന്നു. അത് വളരെയധികം പേടിച്ചു വിറച്ചിട്ടാണ് ഇരിക്കുന്നത്. ഭയാർത്തഃ പ്രവേപമാനഃ, പേടിച്ചു വിറച്ചുകൊണ്ടാണ് ആ സൂകരം, അല്ലേ? ഭയാർത്തഃ പ്രവേപമാനഃ. ഇനി ആ സൂകരം പേടിച്ചു വിറച്ച് എവിടേക്കാണ് ചെന്നത്? മുനിമാരുടെ വാസദേശത്തില്, മുനിമാര് താമസിക്കുന്ന ആ തപോവനത്തിലേക്ക് പ്രവേശിച്ചു. നികുഞ്ചസ്യ അന്തഃ, ഒരു വള്ളിക്കുടിലിന്റെ അകത്തേക്ക് കേറിപ്പറ്റി ആ കിടി, അല്ലേ? ദേവിയോട് ഗ്രന്ഥകർത്താവ് പറയാണ്, ഭയാർത്തിനാശിനി, അല്ലയോ ഭയാർത്തിനാശിനിയായ ദേവി, ദൈവാദൃശ്യതാം ആപ, അത് വിധിഫലം കൊണ്ട് അവിടെ നിന്ന് മറഞ്ഞുപോയി. ഇവിടെ ആ സൂകരം വളരെ പ്രാണവേദനയോട് കൂടിയിട്ടാണ് ഓടുന്നത്, അല്ലേ? അതിൻ്റെ ശരീരം മുഴുവൻ അമ്പുകൊണ്ട് വേദനയാണ്. അതുകൊണ്ട് അത് ആ പ്രാണനം കൊണ്ട് ഓടുകയാണ്, വേദന കൊണ്ട് ഓടുന്നു. അതെവിടേക്കാ പോയത്? തപോവനത്തിലേക്ക് കടന്ന് ഒരു വള്ളിക്കുടലിൻ്റെ ഉള്ളിലേക്ക് കയറി ചെന്നു. അതിൻ്റെ വിധിഫലം എന്നല്ലാതെ എന്തു പറയാൻ?
ദീനന്മാരുടെ ഭയവും ആർത്തിയും എല്ലാം തീർക്കുന്നവളാണല്ലോ. അതാണ് ഇവിടെ ശ്ലോകത്തില് പറയുന്നു, ഹേ ഭയാർത്തിനാശിനി. അങ്ങനെയുള്ള ആ ദേവി ഭയവും ആർത്തിയും ഒക്കെയുള്ള ദീനന്മാര് അവരുടെ ആ ഭയത്തെയും ആർത്തിയെയും ഒക്കെ തീർക്കുന്നവളാണ്. അതാണ് ഇവിടെ പറയുന്നത്. ഗ്രന്ഥകർത്താവ് പറയണു, അല്ലയോ അമ്മേ, അത് വിധിഫലം കൊണ്ട് അവിടെ നിന്നും മറഞ്ഞുപോയി എന്ന്. മറഞ്ഞുപോയി എന്ന് മാത്രമല്ല, ഉദത്യൻ ഇതെല്ലാം കാണുകയും ചെയ്യുന്നു എന്നാണ് 9ാമത്തെ ശ്ലോകത്തിൽ വിവരിച്ചിരിക്കുന്നത്. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യേ നമ. ശ്രീ ഗുരുഭ്യോ നമ. ശ്ലോകം 10 പദച്ഛേദം. വിനാമകാരം ച വിനാച ഭക്തി ഭക്തി ഉച്ചാര്യ വാഗ്ബീജമനും പവിത്രം പ്രസന്നബുദ്ധി കൃപയാ തവ ഏഷഃ ബഭൂവ ദൂരീകൃത സർവപാപഃ. അന്വയാർത്ഥം നോക്കാം. വിനാമകാരം ച, അതായത് മകാരം കൂടാതെയും, വിനാഭക്തിം ച, ഭക്തിയും ഇല്ലാതെയും, പവിത്രം പരിശുദ്ധമായ എന്ത് വാഗ്ബീജമനും വാഗ്ബീജമന്ത്രം, ഉച്ചാര്യ തവ കൃപയ, ഉച്ചരിച്ച് ആ ദേവിയുടെ കൃപയാൽ, ഏഷഃ പ്രസന്ന ബുദ്ധി, ബുദ്ധി തെളിഞ്ഞ് ഇദ്ദേഹം, അതായത് ഈ ഉദത്യൻ, ദൂരീകൃത സർവപാപഃ ബഭൂവ, സർവപാപങ്ങളെയും ദൂരീകരിച്ചു. ഈ ശ്ലോകത്തിന്റെ വ്യാഖ്യാനത്തിലേക്ക് പ്രവേശിക്കാം. ഐം എന്നതാണ് വാഗ്ബീജ മന്ത്രം. ഉദത്യൻ ഒരു സുകരത്തെ കാണുകയാണ് അല്ലെ, പന്നിയെ കണ്ടു. അപ്പോൾ ഉദത്യൻ എന്താണ് പറഞ്ഞത്? ഐ ഐയേ എന്ന് പറഞ്ഞു അല്ലെ. ഐ ഐ ഐ എന്ന് 3 പ്രാവശ്യമാണ് ഉദത്യൻ ഉച്ചരിച്ചത്. അത് ഉച്ചരിച്ചാൽ എന്തായിത്തീരും? അത് ഐ ഐയേ എന്നായിത്തീരും അല്ലെ. ഐ ഐ ഐ എന്ന് 3 പ്രാവശ്യം ഉച്ചരിച്ചാൽ ഐ ഐയേ എന്നായിത്തീരും. അപ്പൊ ഇവിടെ പറയണത് മകാരം കൂടാതെ എന്നാണ് പറയണത്. വിനാമകാരം ച, മകാരം കൂടാതെ എന്ന് മാത്രമല്ല, ഭക്തിയും ഇല്ലാതെ, പവിത്രം വാഗ്ബീജമനും, ആ പരിശുദ്ധമായ വാഗ്ബീജ മന്ത്രത്തെ ജപിച്ചു. ആര്? ഉദത്യൻ. അത് എങ്ങനെയാണ് ജപിച്ചത് എന്നാണെങ്കിൽ, ഐം എന്നതാണ് ദേവിയുടെ വാഗ്ബീജ മന്ത്രം. പന്നിയെ കണ്ടപ്പോൾ ഉദത്യൻ ഐ ഐയേ എന്ന് ഉച്ചരിച്ചപ്പോൾ ഐ ഐ ഐ എന്ന് 3 പ്രാവശ്യം ഉദത്യൻ ഉച്ചരിച്ചു. ഐം എന്ന് ഉച്ചരിച്ചില്ല. അതാണ് മകാരം കൂടാതെ എന്ന് പറഞ്ഞത്. ഐ ഐ ഐ എന്നേ വന്നുള്ളൂ. ഐം, ആ മകാരം അവിടെ വന്നില്ല. അതേപോലെ ഉറക്കെ ഉച്ചരിച്ച് ഭക്തി കൊണ്ടല്ല അദ്ദേഹം ഉച്ചരിച്ചത്, മറിച്ച് പേടി കൊണ്ടോ അറപ്പുകൊണ്ടോ ഒക്കെയാണ്. പന്നിയെ കണ്ടപ്പോ ആ ഉദത്തിന് പേടിയുമായി അറപ്പും ഒക്കെയായി. അപ്പോ ആ ഭീതി കൊണ്ട് ഉറക്കെ ഉച്ചരിച്ചു. പക്ഷേ കൃപയാതവൈഷ, അവിടുത്തെ കൃപയാൽ, അതായത് ദേവിയുടെ കൃപയാൽ, പ്രസന്ന ബുദ്ധി, ബുദ്ധി തെളിഞ്ഞു. ബുദ്ധി തെളിഞ്ഞതോടുകൂടി എന്തായി? ഇദ്ദേഹം ദൂരീകൃത സർവപാപഃ ബഭൂവ, എല്ലാ പാപങ്ങളെയും, അദ്ദേഹത്തിന്റെ എല്ലാ പാപങ്ങളെയും ദൂരീകരിച്ചു. പാപങ്ങളൊക്കെ നശിച്ചു എന്നാണ് പറയണത്. അതായത് ഐ വാഗ്ബീജ മന്ത്രത്തിന്റെ പൂർവഭാഗമാണ് ഇത് എന്ന് അറിവോടെയല്ല ഉദത്യൻ ഉച്ചരിച്ചത്, ഭക്തിയോടെയും അല്ല. പിന്നെയോ പേടി കൊണ്ട് അല്ലെങ്കിൽ അറപ്പുകൊണ്ട് ആണ് അദ്ദേഹം ഉച്ചരിച്ചത്. എന്നാൽ ഭഗവതിയുടെ കൃപയാൽ പ്രസന്ന ബുദ്ധി, അവന്റെ ബുദ്ധി തെളിഞ്ഞു, സർവപാപങ്ങളും ദൂരീകരിച്ചു. അറിഞ്ഞിട്ടുമല്ല ഭക്തിയോടെയുമല്ല ഉദത്യൻ വാഗ്ബീജ മന്ത്രത്തെ ഉച്ചരിച്ചത്. ആ ജഗദംബ ഉദത്യനെ അനുഗ്രഹിക്കുകയാണ് ചെയ്തത് അല്ലേ. തെറ്റ്, അതായത് ആ മന്ത്രം അറിഞ്ഞുകൊണ്ടൊന്നും അല്ല, ആ മന്ത്രത്തിന്റെ ശക്തി എന്താണെന്ന് ഒന്നും അറിഞ്ഞിട്ടല്ല ഉദത്യൻ ആ മന്ത്രം ഉച്ചരിച്ചത്. പക്ഷെ
അയ്യേ എന്ന് ഉച്ചത്തിൽ ഉച്ചരിച്ചു. അതോടുകൂടി അവന്റെ ബുദ്ധി തെളിഞ്ഞു. കാട്ടാളിനെ കവിയാക്കുന്ന കാരുണ്യമാണ് ഈശ്വരൻ, അല്ലെ? കാളിദാസൻ കാളിയെ സന്തോഷിപ്പിച്ച് തനിക്ക് കവിത്വം നേടിയെടുക്കാൻ കാളിദാസന് സാധിച്ചതും ആരുടെ കൃപയുകൊണ്ടാണ്? അല്ലെങ്കിൽ ആരുടെ കാരുണ്യം കൊണ്ടാണ്? ദേവിയുടെ അപാരമായ കാരുണ്യം ഒന്നുകൊണ്ട് മാത്രമാണ്. അതുപോലെയാണ് ഇവിടെ ആ ഉദത്യനും ഉച്ചരിച്ചപ്പോൾ, ആ വാഗ്ബീജമന്ത്രം ഉച്ചരിച്ചപ്പോൾ ആ ഉദത്യൻ ബുദ്ധിയുള്ളവനായി തീർന്നു എന്നാണ് പറയുന്നത്. അവന്റെ മൂഢതയൊക്കെ നീങ്ങി വളരെ അവന്റെ ബുദ്ധി തെളിഞ്ഞു വന്നു. ഭഗവതി സങ്കല്പിച്ചു വാഗ്ബീജമന്ത്രം ആ ഉദത്യൻ 3 തവണ ഉച്ചരിച്ചപ്പോൾ അത് ആ വാഗ്ബീജമന്ത്രം ജപിച്ചതായിട്ട് ദേവി സങ്കല്പിച്ചു. അതോടുകൂടി അദ്ദേഹത്തിന്റെ പാപങ്ങളൊക്കെ നശിച്ചു. അവന്റെ മൂഢത നീങ്ങി ബുദ്ധിയും തെളിഞ്ഞു എന്നാണ് 10ാമത്തെ ശ്ലോകത്തിലൂടെ വ്യാഖ്യാനിച്ചിരിക്കുന്നത്. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ശ്ലോകം 11 പദച്ഛേദം. ന അഹം കവിഃ ഗാനവിചക്ഷണഃ ന നടഃ ന ശില്പാദിഷു ന പ്രവീണഃ പശ്യ അത്ര മാം മൂഢം അനന്യബന്ധും. അത്ര മാം മൂഢം അനന്യബന്ധും പ്രസന്ന ബുദ്ധിം കുരു മാം നമസ്തേ. ഈ ശ്ലോകത്തിന്റെ പദങ്ങളുടെ അന്വയം നോക്കാം. അഹം കവിഃ ന, അതാണ് ഇവിടെ ന അഹം കവിർ. എന്നുള്ളത് വിസർഗമായിട്ട് മാറും. അഹം കവിഃ ന, ഞാൻ കവിയല്ല. ഗാനവിചക്ഷണഃ ന, സംഗീത വിദ്വാനുമല്ല. നടഃ ന, നടനും അല്ല. ശില്പാദിഷു ന പ്രവീണഃ, ശില്പാദികളിൽ സമർത്ഥനൊന്നുമല്ല. അത്ര മാം മൂഢം, ഇവിടെ ഞാൻ മൂഢനും അനന്യബന്ധും, വേറെ ഒരു ബന്ധുവും ഇല്ലാത്തവനും ആണെന്ന് പശ്യ, കണ്ടിട്ട് അല്ലെങ്കിൽ കണ്ടാലും മനസ്സിലാക്കിയാലും മാം പ്രസന്ന ബുദ്ധിം കുരു, എൻ്റെ ബുദ്ധി തെളിഞ്ഞതാക്കി തീർക്കൂ. തേ നമഃ, അവിടേക്ക് നമസ്കാരം. ഇവിടെ ഈ ശ്ലോകത്തിലെ ഗ്രന്ഥകർത്താവ് പ്രാർത്ഥിക്കുകയാണ് ഭഗവതിയോട്. പറയണു, ന അഹം കവിഃ, ഞാൻ കവിയല്ല. ഗാനവിചക്ഷണഃ ന, സംഗീത വിദഗ്ധനുമല്ല. നടഃ ന, നടനും അല്ല. ഇനി ശില്പനിർമ്മാണത്തിൽ ഒട്ടും തന്നെ സമർത്ഥനുമല്ല ഞാൻ. അത്ര മാം മൂഢഃ, ഇവിടെ ഞാൻ മൂഢനും വേറെ ആരുമില്ലാത്ത അനന്യബന്ധുവായിരിക്കുന്ന അനാഥനുമാണ് എന്ന് പശ്യ, അത് മനസ്സിലാക്കിയിട്ട് അല്ലെങ്കിൽ കണ്ടിട്ട് ദേവി എന്തു വേണം? മാം പ്രസന്ന ബുദ്ധിം ഗുരു, എനിക്ക് ബുദ്ധി തെളിഞ്ഞതാക്കി തരണം. വേണ്ടും വിധത്തില് എൻ്റെ ബുദ്ധിയെ ആക്കിത്തരണം. അല്ലയോ അമ്മേ, അവിടത്തേക്ക് അടിയന്റെ നമസ്കാരം, നമസ്കാരം, നമസ്കാരം. നോക്കൂ, ഇവിടെ വാഗ്ബീജ മന്ത്രത്തിന്റെ കുറച്ച് ഭാഗം തെറ്റായിട്ടാണെങ്കിലും ജപിച്ചു ഉദത്യൻ, അല്ലെ? അതുകൊണ്ട് തന്നെ ഉദത്യന് ഭഗവാന്റെ കൃപ അല്ലെങ്കിൽ ഭഗവതിയുടെ കൃപാ കടാക്ഷം കൊണ്ട് ആ ഉദത്യന്റെ ബുദ്ധി തെളിഞ്ഞു. ഇതെഴുതുന്ന ഈ ഗ്രന്ഥകർത്താവ് പറയണു, ഈ ഞാനും മന്ദബുദ്ധിയാണ് എന്ന്. ആ പാലേലിയുടെ ആ വിനയം ഇവിടെ എടുത്തു കാണിക്കുകയാണ്. എന്താണ്? ഒരു കലയും ഒരു ശാസ്ത്രവും അറിഞ്ഞുകൂടാത്ത എനിക്ക് ഒരു ബന്ധുവും ഇല്ല. അവിടുന്ന് മാത്രമേ ഉള്ളൂ. അല്ലയോ ദേവി, അവിടുന്ന് മാത്രമേ എനിക്ക് ബന്ധുവായിട്ടുള്ളൂ. അതുകൊണ്ട് എന്നെയും പ്രസന്ന ബുദ്ധിയാക്കണേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഈ ദശകം ഗ്രന്ഥകാരൻ ദേവിയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നത്. ഇവിടെ ഉദത്യൻ ജനിച്ചതും വളർന്നതുമൊക്കെ മൂഢനായിട്ട്. ദേവിയുടെ കൃപാകടാക്ഷം, ആ കൃപാകടാക്ഷത്താൽ ഗംഗാതീരത്ത് വസിക്കുന്ന മുനിമാരുടെ ആശ്രമത്തിൽ എത്താൻ സാധിച്ചു ഉദത്യന്.
അതുമൂലം എന്തായി? ഉദത്യന്റെ മൗഢ്യം കുറഞ്ഞു. വാഗ്ബീജമന്ത്രത്തിന്റെ പകുതി ഭാഗം യാദൃശ്ചികമായി ഉച്ചരിച്ചതോടെ പ്രസന്ന ബുദ്ധിയാവുകയും ചെയ്തു. ഇതെല്ലാം ദേവിയുടെ കൃപ കൊണ്ട് ഉദത്യന് ലഭിച്ചു. അപ്പോ ഗ്രന്ഥകാരനും പറയണു, ഞാനും മൂഢനാണ്, എനിക്ക് ബന്ധുവായിട്ട് ആരുമില്ല, അമ്മ മാത്രമേ ഉള്ളൂ, ആ ജഗദംബ അമ്മ മാത്രമേ എനിക്ക് ബന്ധുവായിട്ടുള്ളൂ. അതുകൊണ്ട് എൻ്റെയും ആ ബുദ്ധിയെ പ്രസന്ന ബുദ്ധിയാക്കി തീർക്കണേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഗ്രന്ഥകർത്താവ് ഈ ദശകം ദേവിയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നത്. നമുക്കും ആ ജഗദംബയുടെ പാദങ്ങളിൽ എല്ലാം സമർപ്പിക്കാം അല്ലേ? എല്ലാ സുകൃതികളും ഈ ദേവീനാരായണീയം പാരായണം ചെയ്ത് ദേവിയുടെ പാദങ്ങളിൽ വളരെയധികം ഭക്തിയോടെ വിനയത്തോടെ സമർപ്പിക്കുക. എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം ലഭിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, അമ്മേ ജയ ജയ ദേവി ജയ ജയ ലക്ഷ്മി ജയ ജയ ഭദ്രേ ജയ ജയ അമ്മേ ജയ ജയ വാണി ജയ ജയ ലക്ഷ്മി ജയ ജയ ഗൗരി ജയ ജയ ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ഓം ശ്രീ